ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തേത് കുറച്ച് വീട്ടുവിശേഷങ്ങളും പിന്നെ എൻ്റെ ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് റെസിപ്പിയൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പുതിയതായിട്ട് വന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ട്. അപ്പോൾ നല്ല പോട്ട് ഇട്ടിട്ട് വേണം അവരെയൊക്കെ വെക്കാൻ. അപ്പോൾ നമ്മുടെ ലുവാൻ വാവ രാവിലെ തന്നെ നല്ല ആക്റ്റീവായിട്ട് എണീറ്റ് കളിക്കുകയാണ് കേട്ടോ. ഞാനും അപ്പോൾ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്ന് കളിച്ചു. അവനിങ്ങനെ കൈ പിടിച്ച് ഡാൻസ് കളിപ്പിക്കണ പോലെയൊക്കെ കളിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കണ്ണട നമ്മൾ ബ്രോഡ്വേയിൽ നിന്ന് മേടിച്ചതാട്ടോ, 2-3 കൊല്ലം മുന്നേ മേടിച്ചതാണ്. അവനത് ഈസി ആയിട്ട് ഊരിയെടുത്തിട്ട് അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൂടെ കളിച്ച ശേഷം നമ്മളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് റാഗി ദോശയായിരുന്നു. കറിയായിട്ട് നമുക്കുണ്ടായിരുന്നത് ഉരുളക്കിഴങ്ങ് കറിയാണ്. അതിൻ്റെ ഒപ്പം നമ്മളൊരു മുട്ട പുഴുങ്ങിയതും കുറച്ച് ബദാമും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇന്നൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് രാവിലത്തെ കുറുക്കിൻ്റെ ബഹളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിട്ടാണ്. കുളിക്കാൻ പോകാൻ എൻ്റെ ലുവാൻ മോന് ഭയങ്കര ഇഷ്ടമാണ്. കുളിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണെങ്കിലും തല തുടക്കണ നേരത്തെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. ആ സമയത്ത് അടുത്ത് നിൽക്കുന്ന ആളുടെ ചെവി പൊളിക്കുന്ന രീതിയിൽ കാറി പൊളിക്കാനും അവനറിയാം. അമ്മ എന്തായാലും ചെക്കനെ നല്ലപോലെ മസാജ് ചെയ്ത് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നീണ്ട നേരത്തെ കുളിക്ക് ശേഷം ഞാൻ അവൻ്റെ വയറും ഫുള്ളാക്കി അമ്മയുടെ കയ്യിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു. അവന് വേണ്ടി പല വെറൈറ്റി പാട്ടും പാടി അമ്മ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അങ്ങനെ കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം നമ്മുടെ ചെക്കൻ ഉറങ്ങി കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒട്ടും താമസിക്കാണ്ട് നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് പരിപാടിയിലേക്ക് പോയാലോ. ഞാൻ എല്ലാ പ്രാവശ്യവും വീട്ടിൽ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ പ്രാവശ്യവും ബിരിയാണിയല്ലേ ഉണ്ടാക്കാറ്, എന്നാൽ ഈ പ്രാവശ്യം വെറൈറ്റിക്ക് ഒരു ഫ്രൈഡ് റൈസ് പിടിച്ചാലോ. പിന്നെ ഒന്നും നോക്കിയില്ല, കൈയോടെ ഞാൻ ഫ്രിഡ്ജ് അങ്ങോട്ട് തുറന്നു. അപ്പം അതിലിരിക്കുന്ന ക്യാരറ്റും കോളിഫ്ലവറും ക്യാപ്സിക്കും ഒക്കെ അപ്പം തന്നെ എല്ലാത്തിനും വെട്ടിക്കൂട്ടി ഞാൻ പരിപാടി തുടങ്ങി. കഴിഞ്ഞ പെരുന്നാളിന് ബിരിയാണി വെച്ചതിൻ്റെ ബാക്കി അരി വെച്ചാണ് നമ്മളിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ അരി ഇടാനുള്ള വെള്ളമൊക്കെ ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേ സൈഡിൽ നമ്മുടെ ക്യാപ്സിക്കവും സവാളയും ഒക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്യാരറ്റും കൂടി ഇട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത് നല്ല അടിപൊളി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ജിഞ്ചർ പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഭയങ്കര സ്റ്റൈലിൽ മുട്ടയൊക്കെ പൊട്ടിച്ച് ചോദിച്ചതായിരുന്നു കേട്ടോ. എന്നാൽ നോക്കിയപ്പോൾ എന്താ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്ത് ഞാൻ വേവിച്ച് വെച്ച അരിയും വാരിയിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി പരിപാടി വേഗം അങ്ങോട്ട് തീർത്ത്. ഫ്രൈഡ് റൈസിന് എന്ത് കറി ഉണ്ടാക്കുന്ന ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഫ്രിഡ്ജിലെ മിൽക്കി മിസ്റ്റിൻ്റെ പനീർ കണ്ടത്. വേഗം ഞാൻ അതിനെ കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് ഇട്ട്. എന്തായാലും ഉടായ്പ ഫ്രൈഡ് റൈസ് അല്ലേ, എന്നാൽ പിന്നെ അതിനൊരു ഉടായ്പ പനീർ ഫ്രൈയും കൂടെ ആയിക്കോട്ടെ. അപ്പം തന്നെ ഞാൻ കൈ കിട്ടിയ കുറച്ച് പൊടിയെല്ലാം വാരി തൂക്കി വേഗം അതിനെയും ഫ്രൈ ചെയ്യാൻ വെച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ സൈഡിൽ ഒരു ഭംഗിക്ക് കുറച്ച് ക്യാരറ്റും കുക്കുംബറും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഫ്രൈഡ് റൈസൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പൊക്കി പറയണല്ലോ കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ശരിക്കും. അപ്പോഴേക്കും നമ്മുടെ ചെക്കനും കൂടെ എണീറ്റിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഞാൻ ഫ്രൈഡ് റൈസ് കഴിക്കണം ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് ഞാനും ലുവാനും അമ്മയും കൂടി കുറച്ച് നേരം കിടന്നുറങ്ങിയായിരുന്നു. ഉച്ചക്കാലത്തെ ലഞ്ച് നമുക്ക് കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ വൈകിട്ട് നമുക്ക് ചായക്ക് പഴം നെയ്യിൽ റോസ്റ്റ് ചെയ്തതായിരുന്നു. പിന്നെ വൈകിട്ട് നമ്മളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലുവാനിനെ ആദ്യം തന്നെ റെഡിയാക്കി കിടത്തി ഉറക്കിയതായിരുന്നു കേട്ടോ. പക്ഷേ അവൻ അപ്പം തന്നെ ചാടി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് സീസണൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ റെഡ് ക്യാപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമില്ലായിരുന്നു അവനെ കാണാൻ. അവനാണെങ്കിൽ പുറത്ത് പോകണ എക്സൈറ്റ്മെൻറ്റിൽ ചിരിച്ചുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. അവനറിയാം നല്ല ഡ്രസ്സൊക്കെ ഇടിച്ച് കഴിഞ്ഞാൽ ടാറ്റ കൊണ്ടുപോകാനാണെന്ന്. അപ്പോൾ അതാണ് ഈ ചിരിയും കളിയും. പിന്നെ അവനെ ഉറക്കമൊന്നുമില്ലേ. അപ്പോൾ മേമ്മയുടെ ഒക്കത്തേക്ക് ചാടി കയറി ചെക്കൻ്റെ ടാറ്റ പോവാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ക്രിസ്മസിൻ്റെ സീസണിലൊക്കെ നൈറ്റ് പുറത്ത് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. കാരണം ഈ ടൈമിലൊക്കെ ഭയങ്കര രസമായിരിക്കും പുറത്ത് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് വൈകിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചാൽ. നമ്മൾ പോയത് വേറെ എവിടേക്കുമല്ല, നമ്മുടെ സ്ഥിരം കടയായ ഷേണായ്സിലേക്കാണ്. ഇന്ന് നമ്മൾ അവിടെ കഴിക്കാൻ പോണത് ഭട്ടൂര ആട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇവർ കഴിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇവർ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പോയതാട്ടോ. എപ്പോൾ നമ്മൾ പോയാലും അവിടെ ഭട്ടൂര ഉണ്ടാവാറില്ല, ആ സമയത്തായിരിക്കില്ല നമ്മൾ ചെല്ലണത്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഭാഗ്യമുണ്ട് കേട്ടോ, ഇന്ന് അവിടെ ഭട്ടൂര ഉണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് ഭട്ടൂര കഴിച്ചേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് നേരം മേമയുടെ കയ്യിലിരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് അമ്മാമ്മയുടെ കയ്യിലേക്ക് ചാടി പോയിട്ടുണ്ട് ചെക്കൻ. അപ്പോഴേക്കും നമ്മുടെ ഭട്ടൂരയും ടേബിളിൽ വന്നിട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. ഇതിൻ്റെ കറി നല്ല അടിപൊളി കറിയാണ് കേട്ടോ.
അപ്പോൾ അവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭട്ടൂര. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളവിടെ പാലത്തിൻ്റെ അവിടെയൊക്കെ പോയിരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് നമ്മൾ വീട്ടിൽ പോയത്. പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ ലുവാനോ എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം.